നമസ്കാരം. നമസ്കാരം സാർ. എന്താണ് നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. സാർ, ഇപ്പൊ പുതിയ വണ്ടിയില്ലേ, ഫയറിന്റെ കുറെ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണെന്ന് പ്രവർത്തിക്കുന്നത് എന്താണെന്നുള്ളതൊന്നും നമുക്കൊട്ടും അറിയുന്നില്ല. നിങ്ങളുടെ ഡൗട്ട് ഇതിനകത്ത് പുതിയ അഗ്നി സുരക്ഷാ സംവിധാനങ്ങൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്, അതല്ലേ? പണ്ടാണെങ്കിൽ ഇതിനകത്ത് ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് തീ പിടിക്കുന്ന സമയത്ത് എവിടെയാണോ തീ പിടിച്ചിട്ടുള്ളത് അവിടെ ഉപയോഗിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത് ഇതിനകത്ത് ആരുമില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ ആരുമില്ല, അപ്പൊ കുട്ടികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ പുക അല്ലെങ്കിൽ തീ ഉണ്ടാവുന്നതെങ്കിൽ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ചില സംവിധാനങ്ങളാണ് ഇതിനകത്തുള്ളത്. അത് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഈ സംവിധാനങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് എഞ്ചിൻ കമ്പാർട്ട്മെന്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് യാത്രക്കാരുള്ള കമ്പാർട്ട്മെന്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എഞ്ചിൻ കമ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജീവനുള്ള ഒന്നുമില്ല. നേരെ മറിച്ച് യാത്രക്കാരുള്ള ഈ കമ്പാർട്ട്മെന്റിനകത്ത് ജീവനുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന ഗ്യാസസ്, അതായത് ഓക്സിജനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് ഓക്സിജനെ ഇല്ലാതാക്കാൻ പാകത്തിനുള്ള ഒരു സിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഈ പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അവിടെ ഉള്ള ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇത് ഏത് രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ ആയാലും അറ്റൻഡർ ആയാലും ഈ വാഹനം ഉപയോഗിക്കുന്നവരായാലും വാഹനത്തിന്റെ ഉടമസ്ഥന്മാരും ഒക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ സിസ്റ്റം എന്ന് പറയുന്നത് എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്തെ ഫയർ സപ്രഷൻ മെത്തേഡാണ്. അപ്പൊ ഫയർ സപ്രഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് എങ്ങാനും തീ വരികയാണെങ്കിൽ ആ തീയിനെ സംബന്ധിച്ച് ഒരു ഐഡന്റിഫിക്കേഷൻ, ഒരു അലാം നമുക്ക് തരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആ കത്തിയിട്ടുള്ള തീയിനെ കെടുത്താനുള്ള ഒരു സംവിധാനവുമാണ് ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്തുള്ളത്. അതിനെ നമ്മൾ ഫയർ ഡിറ്റക്ഷൻ അലാറം സിസ്റ്റം എന്നും ഫയർ സപ്രഷൻ സിസ്റ്റം എന്നും പറയും. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ഒരു വയർ കാണാം. ഈ വയർ ഇങ്ങനെ ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനെ ചുറ്റിയിരിക്കുന്നുണ്ടാവും. ഇത് ഈ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് 80 ഡിഗ്രിയിൽ കൂടുതൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഈ വയർ ഉരുകും. ഓക്സിജനെ മുഴുവൻ ഒഴിവാക്കി ഇതിനകത്ത് തുടർന്നുള്ള തീ കത്തുന്ന സംവിധാനം ഒഴിവാക്കുകയും ചെയ്യും. ഇതിനാണ് നമ്മൾ ഫയർ ഡിറ്റക്ഷൻ ആൻഡ് സപ്രഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഡ്രൈവർ വേണമെന്നില്ല, ചാവി അവിടെ വേണമെന്നില്ല. ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത്, വണ്ടി പാർക്ക് ചെയ്തു പോയ സമയത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇനി വാഹനം ഓടുന്ന സമയത്താണെങ്കിലും, ഏത് സമയത്താണെങ്കിലും ആക്റ്റീവ് ആവുന്ന ഒരു മെക്കാനിസമാണ് ഇതിനകത്തുള്ളത്. ഇതിനിപ്പോൾ ബാറ്ററി ഇല്ല എങ്കിൽ പോലും ഇതിനകത്തൊരു ബാറ്ററി ഉണ്ട്, ഒരു ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി വഴി ഈ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനെയും അതുവഴി മുഴുവൻ വാഹനത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഇത്. ഈ ഭാഗത്ത് മാത്രം കൊടുക്കാനുള്ളൊരു റീസൺ എന്താ ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ കോംപ്ലക്സ് ആയി തീപിടിക്കാൻ സാധ്യതയുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഒരു എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്താണുള്ളത്. ആയതുകൊണ്ടാണ് ഈ സംവിധാനം ഇതിനകത്ത് മാത്രം കൊടുക്കുന്നത്. അതിനെ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം, ഫയർ അലാറം സിസ്റ്റം എന്നുള്ള രീതിയിൽ, ഫയർ ഡിറ്റക്ഷൻ അലാറം സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഞാനീ പറഞ്ഞ സിസ്റ്റത്തിന്റെ കൺട്രോൾ യൂണിറ്റ് ഇവിടെയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫയർ ഡിറ്റക്ഷൻ അലാറം സിസ്റ്റം, ഫയർ ഡിറ്റക്ഷൻ സപ്രഷൻ സിസ്റ്റം. നമ്മൾ എഞ്ചിൻ കമ്പാർട്ട്മെന്റിനകത്ത് ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് മെത്തേഡ്സിന്റെ കൺട്രോൾ ഇതിനകത്തും, പാസഞ്ചർ കമ്പാർട്ട്മെന്റിനകത്ത് അലാറം സിസ്റ്റം, പ്രൊട്ടക്ഷൻ സിസ്റ്റം എല്ലാം ഇതിനകത്തുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സംഗതി നമുക്ക് ഇവിടെ ഉള്ളിൽ പുകയുണ്ട് അല്ലെങ്കിൽ തീയുണ്ട് എന്നുള്ള അലാറം വന്നു കഴിഞ്ഞാൽ, അലാറം എന്ന് പറയുന്നത് തന്നെ വളരെ രസകരമായിട്ടൊരു സംഗതിയാണ്. അത് വളരെ ക്ലവർലി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അലാറം ഒരു ചുവന്ന ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണം. നമുക്ക് ഈ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഹൂട്ടർ കൂടി വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇത് രണ്ടെണ്ണം കൊടുക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെവി കേൾക്കാത്തവർക്ക് കാണാനും കാണാൻ വയ്യാത്തവർക്ക് കേൾക്കാനും വേണ്ടിയിട്ടാണ് ഈ രണ്ട് രീതിയിലുള്ള അലാറം സിസ്റ്റം ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവാക്യുവേറ്റ് ചെയ്യണം എന്നുള്ളൊരു സിഗ്നലാണ് ആ ലൈറ്റിൽ നിന്നും ആ ഹൂട്ടറിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, യാത്രക്കാർ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് അലാറം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിലെ ഈ AS FPS എന്നുള്ള ഇതിനകത്ത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുകയും ഉടനെ തന്നെ ഡ്രൈവർ ഓർ അറ്റൻഡർ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആരാണെങ്കിലും, ഈ ഒരു ചെറിയ ഒരു വാതിൽ പോലത്തെ ഒരു സാധനമുണ്ട്. ഇതിനെ തുറന്നു കഴിഞ്ഞിട്ട് ആ ഫയർ അലാറം സിസ്റ്റം എന്നുള്ള ഈ ഒരു ബട്ടൺ, അല്ലെങ്കിൽ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി നേരത്തെ കാണിച്ച ആ നോസിലിനുള്ളിൽ കൂടെ വെള്ളം ചീറ്റുന്നതായിരിക്കും. ഇതിനകത്ത് ഇപ്പോൾ ഫയർ സപ്രഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. അതൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് വർക്ക് ചെയ്തപ്പോഴേക്കും തന്നെ ആ തീ കെട്ടു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ റീസെറ്റ് ബട്ടൺ ഉണ്ട്. റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഓഫ് ആവുന്നതാണ്. അതുപോലെ തന്നെ പാസഞ്ചർ കമ്പാർട്ട്മെന്റിലെ വാട്ടർ സ്പ്രേ,
വാട്ടർ സ്പ്രേ ചെയ്തു, ഉടനെ തന്നെ തീ ആൾക്കാർ മുഴുവൻ ഇവാക്യുവേറ്റ് ആയി. ഒരു 30 സെക്കൻഡ്സിൽ തന്നെ ഇവാക്യുവേറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഡ്രൈവർക്ക് ഈ റീസെറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവിടെ തന്നെ അത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. ഇതിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് വർക്ക് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള വണ്ടിയുടെ ബാറ്ററി പവറും ആവശ്യമില്ല. അപ്പോൾ അതായത് ഫ്രണ്ട് ആക്സിഡന്റ് ആയി, ഇതിന്റെ കണക്ഷൻസ് എല്ലാം വിട്ടുപോയി, ബാറ്ററി തകർന്നു പോയി, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ പോലും ബാക്കിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരു എയർ പ്രഷർ അല്ല, പകരം നൈട്രജന്റെ ഒരു ടാങ്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തും അവിടെ നിന്നുള്ള കണക്ഷൻ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സോളിനോയിഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററിയും ഇതേ സിസ്റ്റത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് എത്ര സമയം വർക്ക് ചെയ്യണം എന്നുള്ളത് ഇതിന്റെ ഓപ്പറേറ്ററാണ് തീരുമാനിക്കേണ്ടത്. ഇനിയിപ്പോൾ അഥവാ അത് ഓൺ ആക്കിയതിന് ശേഷം അയാൾ ഇറങ്ങി ഓടിയെങ്കിൽ 3 മിനിറ്റ് വരെ വർക്ക് ചെയ്തതിന് ശേഷം അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ക്ലോസ് ആവും. ഇതിനകത്ത് ആൾക്കാരുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന വിധത്തിലുള്ള യാതൊരു ഗ്യാസും വരില്ല. ആദ്യം വെള്ളം മാത്രമേ വരുള്ളൂ. ആ വെള്ളം കഴിയുന്ന മുറയ്ക്ക് മാത്രമേ നൈട്രജൻ പുറത്തേക്ക് വരുള്ളൂ. അത് ഏകദേശം വെള്ളം കഴിയുന്നതോട് കൂടിയിട്ട് ആ നൈട്രജൻ കൂടി കഴിയാൻ പാകത്തിനുള്ള ഒരു എന്താ പറയുക, ഒരു സിങ്ക് ചെയ്ത രീതിയിലുള്ള ഒരു അളവാണ് നൈട്രജന്റെ ആയാലും ഉണ്ടാവുക, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ആയാലും ഉണ്ടാവുക. ഇനിയുള്ളത് പാസഞ്ചർ കമ്പാർട്ട്മെന്റിലെ പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ചാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ നമുക്ക് ഒരിക്കലും എക്സ്റ്റിംഗ്വിഷിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് പാസഞ്ചേഴ്സ് നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ എക്സ്റ്റിംഗ്വിഷിംഗ് ഗ്യാസസ് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ ഇല്ലാതാവുകയും ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ആൾക്കാർക്ക് ശ്വാസം മുട്ടി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരു തീപിടുത്തം ഈ പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായാൽ ഉടനെ തന്നെ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുക മാത്രമാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു സിസ്റ്റത്തിനാണ് നമ്മൾ പറയുന്നത് ഫയർ അലാറം സിസ്റ്റം ആൻഡ് ഫയർ അലാറം പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നുള്ളത്. ഈ രണ്ടെണ്ണം പാസഞ്ചർ കമ്പാർട്ട്മെന്റിലാണ് പറയുന്നത്. ഇതിനകത്ത് ഒരു കാരണവശാലും നമ്മൾ എക്സ്റ്റിംഗ്വിഷിംഗ് ഗ്യാസസ് ഉപയോഗിക്കുന്നില്ല, പകരമായി വെള്ളം സ്പ്രേ ചെയ്യാണ്. ഈ വെള്ളം സ്പ്രേ ചെയ്യുന്നത് 3 മിനിറ്റോളം ഇതിനകത്ത് സ്പ്രേ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം. ആ നിയമം പറയുന്നത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് 135 പ്രകാരമാണ് പറയുന്നത്. അത് പ്രകാരം ഈ വാഹനത്തിനകത്ത് പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ ത്രൂ ഔട്ട് ദി ലെങ്ത്, അതായത് ഫ്രണ്ട് ഭാഗം മുതൽ പിറകു വശം വരെയും ഉള്ള എല്ലാ യാത്രക്കാരുടെയും മേലേക്ക് വെള്ളം പമ്പ് ചെയ്യും. വെള്ളം പമ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ശരിക്കും സ്പ്രേ പോലെ തന്നെ പമ്പ് ചെയ്യും. ആ സ്പ്രേ പമ്പ് ചെയ്യാനായിട്ടുള്ള ജെറ്റുകൾ വാഹനത്തിന്റെ ഇരുവശത്തും ഇങ്ങനെ 2 സൈഡിലും കൊടുക്കണം. അതുപോലെ തന്നെ വാഹനത്തിന്റെ നടുവിലും ഇത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് നിയമം. മാക്സിമം 1.5 മീറ്റർ മാത്രമേ ഇതിനകത്ത് ഇത് തമ്മിലുള്ള അകലം ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. ഇത്തരത്തിൽ ഈ സംഗതി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഫയർ ഡിറ്റക്ടേഴ്സ് അല്ലെങ്കിൽ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഇതിനകത്തുണ്ട്. അത് താപനിലയായാലും സ്മോക്ക് ആയാലും CO ആയാലും ഡിറ്റക്ട് ചെയ്യാൻ പാകത്തിലുള്ള ഡിറ്റക്ടേഴ്സ് വിവിധങ്ങളായ ഇടങ്ങളിൽ ഈ വാഹനത്തിൽ വച്ചിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സംഗതി വാഹനം വരുമ്പോൾ കവർ ചെയ്തിട്ടാണ് വരിക. ഇത് കവർ ചെയ്തിട്ടുള്ളത് ഈ കവർ എടുത്ത് മാറ്റിയിട്ടില്ല എങ്കിൽ അത് വർക്ക് ചെയ്യില്ല. പല വാഹനങ്ങളിലും ഇതൊരു കവർ ചെയ്തതായതുകൊണ്ട് ആ കവർ എവിടെ ഇരിക്കട്ടെ എന്ന് പറയും. ഇപ്പം ഈ വാഹനത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിലൊക്കെ സീറ്റ് കവേഴ്സ് ഇട്ടിട്ടുണ്ട്. ഈ സീറ്റ് കവേഴ്സ് റിമൂവ് ചെയ്യാനുള്ളതാണ്. ഈ സീറ്റ് കവർ എന്ന് പറയുന്നത് ഇൻഫ്ലേമബിൾ ആർട്ടിക്കിളാണ്. ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പുതിയ വാഹനം വന്നാൽ അതിനകത്ത് എന്തെല്ലാം സംഗതികൾ പ്ലാസ്റ്റിക് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടോ അതെല്ലാം എടുത്ത് ഒഴിവാക്കേണ്ടതാണ്. വാഹനം ഉപയോഗിക്കുമ്പോൾ ആ സീറ്റ് കവറുകളോ മറ്റു കാര്യങ്ങളോ അതിനകത്ത് ഉണ്ടാവാൻ പാടുള്ളതല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ സംഗതി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു സ്മോക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു തീ ഉണ്ടാവുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു ചട്ടിയിൽ കുറച്ച് കോട്ടൺ വേസ്റ്റ് എടുത്ത് കത്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിന്റെ പുക ഇതിന്റെ ഒരു ഡിറ്റക്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ 0.30, അതായത് 0.5 സെക്കൻഡ് ഇതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ സ്മോക്ക് ഡിറ്റക്റ്റഡ് എന്ന കമ്മ്യൂണിക്കേഷൻ നേരെ ഇതിന്റെ ECUലേക്ക് പോകും. ECUലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അലാറം അടിക്കും. ഫയർ അലാറം സിസ്റ്റം. ഫയർ അലാറം സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ ഫയർ ഉണ്ട് എന്ന അലാറം അവിടെ അടിക്കും. അങ്ങനെ അലാറം അടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി അതിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഒരു സിസ്റ്റം, ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇതിനെ നിർത്താൻ സാധിക്കും. അതിനിവിടെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. ഈ റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഉടനെ തന്നെ അത് ഓഫ് ആവുന്നതാണ്. അപ്പൊ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം. അതിനകത്ത് ആ നൈട്രജന്റെ പ്രഷർ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഓൺ ആക്കിയതിനു ശേഷം ഡ്രൈവറോ അല്ലെങ്കിൽ അറ്റൻഡറോ ഇതിനെ ഇറങ്ങി ഓടി എന്ന് വിചാരിക്കാം. ആ സമയത്തിൽ ഒന്നും പരിഭ്രമിക്കാനില്ല. കാരണം ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം സ്പ്രേ ചെയ്താൽ അത് അവസാനിക്കും. വെള്ളം കഴിയുന്നതോട് കൂടി നിൽക്കും. വെള്ളം എത്ര സ്പ്രേ ചെയ്യണോ അതിന് പാകത്തിനുള്ള ആവശ്യത്തിനുള്ള ഒരു നൈട്രജന്റെ അളവ് മാത്രമേ ആ സിലിണ്ടറിനകത്ത് ഉണ്ടാവുള്ളൂ. ആയതുകൊണ്ട് ഈ സംഗതി ഉപയോഗിക്കുന്നതിൽ ആരും ഭയപ്പെടേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് അതിന്റെ അളവ് മുഴുവൻ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു സേഫ്റ്റി വേണമെങ്കിൽ നമ്മളത് റീഫിൽ ചെയ്യണം. അത് അവരുടെ സർവീസ് സെന്ററിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നൈട്രജനും വെള്ളവും കൃത്യമായിട്ട് നിറയ്ക്കുന്നതിനും അതേപോലെ ഏതെങ്കിലും നോസിൽസ് അടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പീരിയോഡിക്കലി ചെക്ക്.
നമ്മളൊന്ന് എഞ്ചിൻ കമ്പാർട്ട്മെന്റിന്റെ പ്രൊട്ടക്ഷൻ സിസ്റ്റം പറഞ്ഞു, ഒന്ന് പാസഞ്ചർ കമ്പാർട്ട്മെന്റിന്റെ പ്രൊട്ടക്ഷൻ സിസ്റ്റം പറഞ്ഞു. എഞ്ചിൻ കമ്പാർട്ട്മെന്റിന്റെ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ പാസഞ്ചർ കമ്പാർട്ട്മെന്റിലെ സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുകയില്ല എന്ന കാര്യം പ്രത്യേകം ഈ വാഹനം ഉപയോഗിക്കുന്നവരും ഇതിന്റെ അറ്റൻഡർമാരും ശ്രദ്ധിക്കേണ്ടതാണ്. ഉള്ളിലൊരു പുക കണ്ടാൽ യാത്രക്കാരെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുന്നതിനുള്ള സമയം കൊടുക്കുക എന്ന് മാത്രമാണ് ഈ പാസഞ്ചർ കമ്പാർട്ട്മെന്റിലെ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അലാറം അടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ബട്ടൺ പ്രസ് മാനുവലി ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഒരു കാരണവശാലും ഇത് വർക്ക് ചെയ്യില്ല. ഒരു അപകടം സംഭവിച്ചതിന് ശേഷം അത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്തില്ല എന്ന പരാതി ആരും പറയണ്ട. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്, പാസഞ്ചർ കമ്പാർട്ട്മെന്റിൽ പുക വന്നാൽ ഉടനെ തന്നെ ഇതിലെ FAS അല്ലെങ്കിൽ FPS എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഈ മഞ്ഞ കളറിലുള്ള ബട്ടൺ ചുവപ്പാവാതിരിക്കാനുള്ള കാരണം തന്നെ ഇത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബട്ടൺ അല്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു അപകടവും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രസ് ചെയ്താൽ അതിനുള്ള വെള്ളം സ്പ്രേ ചെയ്യുകയും ഇതിനുള്ളിൽ ഫ്ലെയിം പ്രൊപ്പഗേഷൻ ടൈം, അതായത് തീ പടരുന്നതിനുള്ള സമയം ദീർഘിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 മിനിറ്റ് വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയം കൊണ്ട് തീ പടരില്ല. ഇതിനകത്തുള്ള ആൾക്കാർക്ക് മെയിൻ ഡോറിലൂടെ എമർജൻസി ഡോറുകളിലൂടെയോ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. വെള്ളം സ്പ്രേ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളം ഒരു സ്ഥലത്ത് ടാങ്കിൽ സ്റ്റോർ ചെയ്യണം. അതിനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ടാങ്ക് ഉണ്ട്. ഇത് വലിയ ഒരു ടാങ്ക് ആയിരിക്കും. പരമാവധി 210 ലിറ്റർ വരെ വേണമെന്നാണ് കണക്ക്. ഓരോ വാഹനത്തിനും 3 മിനിറ്റ് സ്പ്രേ ചെയ്യാൻ പാകത്തിനുള്ള കപ്പാസിറ്റി വേണം. അപ്പോൾ വലിയ വണ്ടിയാണെങ്കിൽ മാക്സിമം 210 ലിറ്റർ വേണ്ടി വരും. അതിനനുസരിച്ച് വണ്ടിയുടെ വലിപ്പം ചെറുതാവുന്നതിനനുസരിച്ച് കുറച്ച് കൊണ്ടുവരാം. വെള്ളം ചുമ്മാ സ്പ്രേ ആവില്ല. അപ്പോൾ അതിനൊരു പ്രഷർ വേണം. അപ്പോൾ അങ്ങനെ പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നൈട്രജൻ്റെ ഒരു പ്രഷറൈസ്ഡ് ടാങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം AIS 135 പ്രകാരമുള്ള നൈട്രജൻ സിലിണ്ടറാണിത്. ഇതിനകത്ത് നൈട്രജൻ ഫില്ല് ചെയ്ത് വെക്കും. ഈ നൈട്രജൻ്റെ പ്രഷർ കണ്ട് ഈ ഈ വാട്ടർ ടാങ്കിൻ്റെ അകത്ത് പ്രഷർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വെള്ളത്തിനെയാണ് എങ്ങോട്ട് പോകുന്നത്, നേരെ മുകളിലുള്ള നോസിലേക്ക് കൊടുത്തിട്ട് പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനകത്ത് പ്രഷർ ഉണ്ടോ എന്നുള്ളത് പീരിയോഡിക്കലി നോക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനകത്ത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 പ്രഷർ ഗേജസ് കാണാൻ സാധിക്കും. ഈ പ്രഷർ ഗേജസിൽ ആ അളവ് ഉണ്ടായിരിക്കണം. അതിൽ പ്രഷർ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലുള്ള റേറ്റഡ് പ്രഷറിൽ താഴെയാണെങ്കിൽ അത് ലീക്കായിട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പീരിയോഡിക്കലി ഈ ഒരു പ്രഷർ ഇല്ലേ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. മാത്രവുമല്ല, ഒരു പ്രാവശ്യം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള വെള്ളവും നൈട്രജൻ്റെ അളവ് കുറയും. അത്തരത്തിൽ വെള്ളത്തിൻ്റെ അളവോ നൈട്രജൻ്റെ അളവോ കുറഞ്ഞു കഴിഞ്ഞാൽ അത് റീഫില്ല് ചെയ്യേണ്ടതുണ്ട്. വെള്ളം സാധാരണയായിട്ടുള്ള ഡീമിനറലൈസ്ഡ് വാട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. നൈട്രജൻ സാധാരണ നൈട്രജനാണ് യൂസ് ചെയ്യേണ്ടത്. അതെല്ലാം ഇതിൻ്റെ സർവീസ് സെൻറ്റർ കൊടുക്കണം. ഇതിപ്പോൾ ഈ വണ്ടി ടാറ്റ ലൈലൻഡ് ആണെങ്കിൽ ലൈലൻഡിൻ്റെ സർവീസ് സെൻറ്റർ അല്ല ഇത് ചെയ്യുന്നത്. ഈ ഫയർ ഡിറ്റക്ഷൻ സപ്രഷൻ സിസ്റ്റംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഇതിപ്പോൾ ഈ വാഹനത്തിൽ സേഫെക്സ് എന്ന കമ്പനിയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സേഫെക്സിൻ്റെ ആൾക്കാർ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രഷർ അതിനകത്ത് അടിച്ച് കയറ്റേണ്ടതും അത് കാലിബ്രേറ്റ് ചെയ്യേണ്ടതും അതിൻ്റെ ഗേജ് സെറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ലീക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അവരാണ്. ഇതിനകത്ത് വെള്ളം നിറയ്ക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും റീഫർബിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യവും മനസ്സിലാക്കേണ്ടതാണ്. സാറേ, അതുപോലെ ഇത് ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് എക്സ്പയറി ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടത്? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ഇത് തീർച്ചയായിട്ടും അത് എല്ലാ വർഷവും നിങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല എങ്കിലും എല്ലാ വർഷവും ഇത് കൃത്യമായിട്ടും ഇത് പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വാർഷിക ഫിറ്റ്നസ് എല്ലാം ഉണ്ടല്ലോ. 2 വർഷം കൂടുമ്പോഴാണ് വണ്ടി ഫിറ്റ്നസ് ടെസ്റ്റിന് കൊണ്ടുപോകേണ്ടതെങ്കിലും നിങ്ങളുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എല്ലാ കൊല്ലവും കാലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൻ്റെ സർവീസ് സെൻറ്റർ കൊണ്ടുപോയിട്ട് അതിൻ്റെ പ്രഷർ കൃത്യമായിട്ടുണ്ടോ എന്ന കാര്യം മാത്രമേ പരിശോധിക്കാനുള്ളൂ. അതിൽ കൂടുതലൊന്നും പരിശോധിക്കാനില്ല. പ്രഷർ കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പക്ഷേ പ്രഷർ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രഷർ ടെസ്റ്റ് ചെയ്തതിന് ശേഷം എവിടെ ലീക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അത് വെള്ളത്തിൻ്റെ അളവും നൈട്രജൻ്റെ അളവുമൊക്കെ കൃത്യമായി ഇതിൻ്റെ പ്രഷർ ഗേജിൽ നോക്കി കാലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായ ഉപയോഗം കിട്ടുള്ളൂ. മാത്രവുമല്ല, ഇതിനകത്ത് പവർ എന്ന് പറയുന്ന ഒരു ബട്ടണുണ്ട്, ഒരു ലൈറ്റ് കാണാം. ഈ പവർ എന്നുള്ള ബട്ടൺ എപ്പോഴും ഓണായി നിൽക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. എന്തെങ്കിലും കാരണവശാൽ ഈ പവർ ബട്ടൺ ഓഫായിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് സർവീസിന് വേണ്ടി കൊണ്ടുപോകേണ്ടതാണ്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം, അതായത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് 135 സംബന്ധിച്ചാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതായത് ഈ വക സപ്രഷൻ സിസ്റ്റം, ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം, ഫയർ അലാറം സിസ്റ്റം, ഫയർ അലാറം ആൻഡ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഈ വക എല്ലാ സംഗതികളും വാഹനത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമാണ്. ആയത് പ്രകാരമുള്ള വളരെ വിശദമായ ഒരു ക്ലാസ്സാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുണ്ടെങ്കിൽ തൊട്ടടുത്ത മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്.